ഹലോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഗീതു ഗോവിന്ദനെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ടെറസിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ അവൾ അവർണിക്കൊക്കെ കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർണിക്കയോട് ചോദിക്കുകയാണ്, അവർണിക, ഇന്ന് ഓഫീസിൽ കണ്ണേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ വന്നില്ലേ? അവർ ബഹളമാണെന്ന് പറഞ്ഞ് CCTV ക്യാമറ ഓഫ് ചെയ്യാൻ നിന്നോട് ആരാണ് പറഞ്ഞത്? അപ്പോൾ അവർണിക പറയാണ്, വരുണാണ് പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് ഓഫീസിലെ മുഴുവൻ ക്യാമറകളും ഓഫായി. ക്യാബിനിലെ എൻ്റെ ലാപ്ടോപ്പിൽ നിന്നും പ്രധാനപ്പെട്ട ചില ഡേറ്റാസും SD കാർഡും നഷ്ടപ്പെട്ടു. അത് നഷ്ടപ്പെട്ടതും CCTV ഓഫ് ചെയ്തതും തമ്മിൽ എന്താ ബന്ധം? CCTV ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞ വരുണേട്ടൻ തന്നെയാണ് ഡേറ്റാസും SD കാർഡും കോപ്പി ചെയ്ത ശേഷം അത് റിക്കവർ ചെയ്യാനാവാത്ത വിധം ഡിലീറ്റ് ചെയ്തത്. എന്തിൻ്റെ ഡേറ്റകളാണ് നഷ്ടപ്പെട്ടത്? അപ്പോൾ ഗീത് പറയാണ്, അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഡേറ്റയാണ് നഷ്ടപ്പെട്ടത്. അപ്പോഴേക്കും ഗോവിന്ദ് വരുവാണ് കേട്ടോ. അപ്പോൾ ഗീത് പെട്ടെന്ന് ഫോൺ വെക്കുവാണേ. ഇതാണെങ്കിൽ വെള്ളം അടിച്ചിട്ട് നല്ല ഫിറ്റായിട്ടാണ് കേട്ടോ വരുന്നത്. അജാസ് നല്ല പാടുപെട്ടിട്ടാണ് ഗോവിന്ദിനെ കാറിൽ നിന്ന് ഇറക്കുന്നത്. ഇതെല്ലാം നോക്കിക്കൊണ്ട് നമ്മുടെ ഗീതു ടെറസിൽ നിൽക്കുവാണ് കേട്ടോ. അജാസ് അങ്ങനെ വളരെ പാടുപെട്ട് അങ്ങനെ ഗോവിന്ദനെ താങ്ങി പിടിച്ച് ഒരു പ്രകാരം വീടിനകത്ത് എത്തിച്ചു. അപ്പം നമ്മുടെ രാധികാമ്മയും വരുണും ഉറങ്ങാതെ നമ്മുടെ ഗോവിന്ദിന് വേണ്ടിയിട്ട് കാത്തിരിക്കായിരുന്നു കേട്ടോ. ആടി ഒലിഞ്ഞിങ്ങനെ വരുന്ന ഗോവിന്ദനെ കണ്ടിട്ട് രാധികാമ്മ ഗോവിന്ദനോട് ചോദിക്കുകയാണ്, എന്താ കണ്ണ ഇത്? ചോദിക്കാനും പറയാൻ ആരില്ലെന്ന് കരുതിയാണോ നീ ഇങ്ങനെ മദ്യപിച്ച് കാലിറക്കാതെ വരുന്നത്? ഗീതുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടല്ലേ നീ ഇവിടുന്ന് പോയത്? ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു, പക്ഷെ നീ വന്നത് മദ്യപിച്ച് സമനില തെറ്റിയ അവസ്ഥയിലും. അപ്പോൾ ഗോവിന്ദ് പറയാണ്, ഗീതുവിൻ്റെ കാര്യത്തിൽ അമ്മയിന് ഒരു തീരുമാനം എടുക്കണ്ട. അവളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. ഇതെല്ലാം കേട്ടുകൊണ്ട് മുകളിൽ നിന്ന് പയ്യെ സ്റ്റെയർ കേസിൻ്റെ അവിടെ വരെ വന്ന് നോക്കി നിൽക്കുവാട്ടോ ഗീതു. എന്നിട്ട് മനസ്സിൽ പറയാണ്, എന്തോ പണി വരുന്നുണ്ട് അവറാച്ചാ. ഗോവിന്ദൻ എന്നിട്ട് പറയാണ് കേട്ടോ, ഗീതു എൻ്റെ ഭാര്യ. അവൾ ഇവിടെ വന്നിട്ട് അവളുടെ ജീവിതം നശിപ്പിക്കേണ്ടവളല്ല. അവൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് ഞാൻ അവളെ പറഞ്ഞു വിടും. ഇങ്ങനെ ബോധമില്ലാതെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഗോവിന്ദ്. അപ്പോൾ വരുണി രാധികാമ്മയോട് പറയാണ്, എന്താ അമ്മ ഇത്? ഡിവോഴ്സിന് കൊടുത്തിരിക്കുന്ന ആളാണോ ഗീതുവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത് അവൻ പറയുന്നതല്ലടാ, ഉള്ളിലുള്ള മദ്യം അവനെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. എന്നിട്ട് ഗോവിന്ദ് ഇങ്ങനെ ബോധമില്ലാതെ ഗീതുവിനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അവൾ എൻ്റെ ഏകാന്തതയിലെ വെളിച്ചമാണ്, ലവ് ഓഫ് മൈ ഹാർട്ട്, ട്യൂൺ ഓഫ് മൈ സോങ്, എൻ്റെ മരുഭൂമിയിലെ മഞ്ഞത്തുള്ളിയാണ് അവൾ, ക്യൂൺ ഓഫ് മൈ കിങ്ഡം. ഇങ്ങനെയൊക്കെ ഓരോന്ന് പുകഴ്ത്തി പറഞ്ഞ് ഗീതുവിനോട് ഐ ലവ് യു ഗീതു എന്ന കൊച്ചയിൽ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് നമ്മുടെ താഴെ രാധികയും വരുന്നു. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ പതുക്കെ മുകളിലേക്ക് കയറി വരുന്നത് നോക്കി നിൽക്കട്ടെ ഗീതു. ഗോവിന്ദിനെ കണ്ട ഉടനെ ഗീതു ഓടിപ്പോയി വേഗം റൂമിലേക്ക് പോകണം കേട്ടോ. ഈശ്വര, 8ൻ്റെ പണി അടിച്ച് പൂക്കുറ്റിയായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞ് ഓടി ബെഡിൽ കയറിയിട്ട് ബെഡ്ഷീറ്റ് ഇട്ട് ഉറങ്ങുന്നത് പോലെ അഭിനയിക്കണം കേട്ടോ. ഗോവിന്ദ് അങ്ങനെ മുറിയിലേക്ക് കയറി വരുമ്പോൾ കാണുന്നത് നമ്മുടെ ഗീതു ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ പൊതിച്ച് ഇങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് ഗീതുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഗോവിന്ദ് ഓരോന്ന് പറയുവാണ് കേട്ടോ. ഗീതു മൈ ഡാർലിംഗ്, നീ ഉറങ്ങിയോ? പാവം ഗീതു, എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ശരീരത്തിൽ ക്യാമറ വരെ വെച്ച് നടന്ന് തളർന്ന് ഇപ്പോഴാ ഒരു വാഴ വെട്ടിയിട്ട പോലെ കിടക്കുന്നത് കണ്ടില്ലേ? ഇതൊക്കെ കേട്ട് ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ നിന്ന് ഗീത ഓരോന്ന് പിറുപിറുക്കുന്നുണ്ട് കേട്ടോ. മര്യാദക്ക് ഒരു ഉപമ പോലും പറയാൻ ഈ മനുഷ്യനറിയില്ല. ഗോവിന്ദ് ഇങ്ങനെ ബോധമില്ലാതെ ഗീതുവിന് ഇങ്ങനെ ഒരു താരാട്ട് പാട്ടൊക്കെ പാടിക്കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഗീത പറയാണ്, ഓ വയലൻസ് അല്ല, റൊമാൻസ് ആണ്. എന്നിട്ട് ഗോവിന്ദ് പറയാണ്, നീ ഉറങ്ങിക്കോ, അതുകൊണ്ട് നിൻ്റെ മുമ്പിലിരുന്ന് സമാധാനമായിട്ടൊക്കെ എൻ്റെ മനസ്സ് തുറക്കാം. ദുഷ്ടനാണ് ഞാൻ നീ എന്നെ ജീവനത്തുല്യം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നില്ല. എനിക്ക് വേണ്ടി നീ ജീവൻ ത്യജിക്കാൻ പോലും തയ്യാറുള്ളവളാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. അജാസ് പറഞ്ഞപ്പോഴേ ഇതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനൊക്കെ പകരമായിട്ട് ഞാൻ നിനക്ക് എന്താ തരണ്ടേ? അപ്പോൾ നമ്മുടെ ഗീത പയ്യെ പറയാണ്, ആ ജീവൻ തന്നെ വെച്ച് എൻ്റെ കയ്യിൽ താ, എൻ്റെ ജീവനുമായി ചേർന്ന് ഞാനത് സൂക്ഷിച്ചോളാം. ഇതൊന്നും കേൾക്കാത്ത ഗോവിന്ദ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഓരോ പിച്ചും പെയ്യൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ ബോധമില്ലാതെ. ഗീതു ഇതെല്ലാം ഇങ്ങനെ കേട്ട് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഗോവിന്ദ് പറയണം, നിൻ്റെ IAS മുഖങ്ങളിലേക്ക് നീ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കണം. അപ്പോൾ ഗീതു പറയാണ്, അതെ, രാധികേനെ വരണ്ടേ ചവിട്ടി പുറത്താക്കി കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം തീരും. പിന്നെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒറ്റ പറക്കല IAS കൊണ്ട് തിരിച്ചു വരും. അപ്പോൾ ഗോവിന്ദ് പറയാണ്, നിൻ്റെ പ്രശ്നങ്ങളെ ഞാനൊരു സൈക്കാട്രിസ്റ്റിനോട് സംസാരിക്കും. അപ്പോൾ ഗീതു ചോദിക്കണേ, സൈക്കാട്രിസ്റ്റോ? ഇയാളിത് എന്തൊക്കെയാണ് പറയുന്നത്? യെസ്, നിനക്ക് വെരി സീരിയസ് സൈക്കിക് ഡിസോർഡറാണ്. സൈക്കാട്രിസ്റ്റിൻ്റെ ഉപദേശപ്രകാരം ഞാൻ നിനക്ക് മെഡിസിൻ തരും.
എന്നിട്ട് ആ ഗുളികകളെല്ലാം ചേർന്ന് ഒരു ഉരലിലിട്ട് ഇടിച്ച് പൊടിച്ച് ഒരു ഗ്ലാസ്സിലിട്ട് കലക്കി ഞാൻ നിനക്ക് തരും. ഗീതു മോളെ ഇത് കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പയ്യെ ഗീതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഗീതു ഇങ്ങനെ ഒറ്റ എണീക്കോട്ടെ. എന്നിട്ട് പട്ടിൻ്റെ ഗുളിക നിങ്ങളുടെ രണ്ടാനമ്മയ്ക്ക് കൊടുത്താൽ മതി, ബാക്കിയുള്ളത് രണ്ടാനമ്മയുടെ മോനും കൊടുക്ക്. ഡീ ഉറക്കം നടിച്ചിട്ട് നീ എന്നെ ചതിക്കായിരുന്നല്ലേ വഞ്ചിക്ക്. നിങ്ങൾ എനിക്ക് ഗുളിക തരുന്ന കേട്ടിട്ടാ ഞാൻ ഉണർന്നത്. ഇക്കണക്കിന് എനിക്ക് വിഷം തരാൻ പോലും നിങ്ങൾ മടിക്കൂലല്ലോ. അപ്പോൾ ഗോവിന്ദ് പറയാണ്, നീ നിൻ്റെ പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല. എനിക്ക് വേണ്ടിയിട്ട് നീ ചാവാൻ നടക്കുന്നത് ഒരു ഭയങ്കര സൈക്കാട്രിക് പ്രോബ്ലമാണ്. നമുക്ക് ചികിത്സിക്കാം, വേറെ ആരും അറിയണ്ട. അപ്പോൾ ഗോവിന്ദ് പറയാണ്, നിങ്ങൾക്ക് വേണ്ടി ചാവാൻ നടക്കുന്ന പരിപാടി ഞാൻ ഇന്നത്തോടുകൂടി നിർത്തി. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് വേഗം പുതച്ചു മൂടി കിടക്കുകയാണ് കേട്ടോ. ഗോവിന്ദ് അപ്പോഴും നിർത്തുന്നില്ല കേട്ടോ. ഗോവിന്ദ് ഇങ്ങനെ ബോധമില്ലാതെ ഓരോന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ആസ്വദിച്ച് ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ കിടക്കുകയാണ് കേട്ടോ നമ്മുടെ ഗീതു. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കിഷോറിനെയാണ് കേട്ടോ. കിഷോറിൻ്റെ അടുത്ത് നമ്മുടെ അവർണയൊക്കെ പറയുവാണ്, കിച്ചു ഗീതാഞ്ജലി കുറച്ച് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ജിമ്മിൽ നമ്മളറിയാത്ത ചില ഇൻറ്റേർണൽ ഇഷ്യൂസ് ഉണ്ട്. ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാകുമ്പോൾ അതൊക്കെ പതിവാണ്, നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ടെന്ന് എന്നൊക്കെ വരും പറയുകയാണ് കേട്ടോ. അപ്പോൾ അവർണയൊക്കെ പറയാണ്, അറിഞ്ഞോ അറിയാതെയോ നമ്മളതിൽ ഭാഗമാവാതിരിക്കാനാണ് ഞാൻ ഈ മുന്നറിയിപ്പ് തരുന്നത്. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു തെറ്റ് പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. എന്താണെന്ന് പറ. ഓഫീസിൽ വെച്ച് ഗീതാഞ്ജലിയുടെ ലാബിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട എന്തോ ഒരു ഡേറ്റാസ് ഡിലീറ്റായി. ഇത് കേട്ടിട്ട് ഞെട്ടി നിൽക്കണം കേട്ടോ നമ്മുടെ കിഷോർ. അത് ആരാ ചെയ്തെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഗീതു. ഗീതാഞ്ജലി മാഡം പേഴ്സണലായിട്ട് എന്ത് ഡേറ്റ സൂക്ഷിക്കാനാ? അപ്പോൾ നമ്മുടെ അവനെ പറയാണ്, കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ ഇത്ര സീരിയസ് ആയിട്ട് അവൾ പറയില്ല. കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ ഡേറ്റയും ചെയർമാൻ സിസ്റ്റത്തിലുണ്ട്. ഗീതാഞ്ജലി അതിലെന്തെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ആയാലും അതിൽ നിന്ന് റിക്കവർ ചെയ്യാലോ. അങ്ങനെ മറ്റൊരിടത്തും സൂക്ഷിക്കാത്ത ഡേറ്റാസ് ആണെങ്കിലോ എന്ന് അവർണൊക്കെ തിരിച്ച് ചോദിക്കുകയാണ് കേട്ടോ. CCTV ക്യാമറ ഓഫ് ചെയ്തത് ആരാണെന്ന് ഗീതാഞ്ജലി എന്നോട് ചോദിച്ചു. ഇത് കേട്ടിട്ട് ഞെട്ടി നിൽക്കണം കേട്ടോ കിഷോർ. വരുൺ പറഞ്ഞിട്ട് അത് ചെയ്തതെന്ന് എന്നാ പറഞ്ഞിരിക്കുന്നത്. നീ പറഞ്ഞിട്ട് ഞാനത് ചെയ്തെന്ന് ഗീതാഞ്ജലി മേഡം അറിഞ്ഞാൽ ഞാനെന്ത് ചെയ്യും? കിച്ചുവിന് ഇപ്പോൾ കിട്ടുന്ന പരിഗണന എന്തായാലും നഷ്ടപ്പെടും. അതറിയാവുന്നത് കൊണ്ടാണ് ഞാൻ നിൻ്റെ പേര് പറയാതിരുന്നത്. ഞാൻ പറഞ്ഞിട്ട് നീ വിസിറ്റേഴ്സ് ഏരിയയിലെ ക്യാമറ മാത്രം ഓഫ് ചെയ്തപ്പോൾ വരുൺ ബാക്കി എല്ലായിടത്തും ക്യാമറ ഓഫാക്കി. എന്നിട്ട് ഗീതാഞ്ജലിയുടെ ക്യാബിനിൽ കയറി ഡേറ്റാസ് മാറ്റി. ഇതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവാമെന്ന് പറയാണ് കേട്ടോ അപർണിക. അപ്പോൾ കിഷോർ ഇങ്ങനെ അഭിനയിക്കുക കേട്ടോ. അല്ലെങ്കിൽ വരുണിൻ്റെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അങ്ങനെ കുറേ രഹസ്യങ്ങളുണ്ട്. അപ്പോൾ അപർണിക പറയാണ്, പക്ഷെ അന്വേഷിച്ച് വരുമ്പോൾ CCTV ക്യാമറ ഓഫാക്കിയത് ഞാൻ പറഞ്ഞിട്ട് നീയാണെന്ന് അറിഞ്ഞാൽ കുറ്റം മൊത്തം നമ്മുടെ തലയിലാവും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കിഷോർ പറയാണ്, ഗീതാഞ്ജലി മേഡത്തിന് വരുണേക്കാളും വിശ്വാസം ഇപ്പോൾ നിന്നെയാണ്. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. നമ്മൾ മാഡത്തിൻ്റെ കൂടെ ഫുൾ സപ്പോർട്ടോട് കൂടി നിൽക്കണം. നീ മുമ്പിൽ നിന്നാൽ മതി, മാഡത്തിന് ഒരു പ്രശ്നം വരാതെ ഞാൻ നോക്കിക്കോളാം. അപ്പോൾ അവർണയ്ക്ക് ഇങ്ങനെ സന്തോഷത്തോടെ കിഷോറിൻ്റെ ചതി മനസ്സിലാക്കാതെ ഇങ്ങനെ സന്തോഷത്തോടെ യെസ് എന്ന് പറഞ്ഞ തലയൊക്കെ ആട്ടാണ് കേട്ടോ. കിഷോർ അപ്പോൾ ഒരു ചതിയൻ്റെ മുഖത്തോട് കൂടിയിട്ട് അവർണയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഗീതു ചായ കൊടുക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ നമ്മുടെ ഗോവിന്ദേട്ടന്. എന്നിട്ട് പറയുകയാണ്, ഇന്നലെ നല്ല ഫോമിലായിരുന്നല്ലോ, ഇതിപ്പോൾ ഒരു പതിവായിട്ടുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയാണ്, എനിക്ക് വേണ്ടിയിട്ടൊരു നിൻ്റെ ജീവൻ പോലും കളയാൻ തയ്യാറായെന്ന് അജാസ് പറഞ്ഞ് ഞാൻ അറിഞ്ഞു. എന്നിട്ട് നിന്നെ മനോരോഗിയായിട്ട് ഞാൻ സംശയിച്ചല്ലോ എന്നോർത്തപ്പോൾ കൺട്രോൾ പോയി. അങ്ങനെ ഞാൻ കുടിച്ചു. നിൻ്റെ ത്യാഗം കണ്ട് അജാസ് നിന്നൊരു സഹോദരിയായിട്ട് കാണണമെന്ന് പറഞ്ഞു. എന്നിട്ടും അതുപോലും മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ നമ്മുടെ ഗീത പറയാണ്, കണ്ണേട്ടിന് ഒരു ആപത്ത് വന്നാൽ എനിക്ക് സഹിക്കില്ല. അത് തടയാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് പറ്റുന്നതൊക്കെ തടയും. അപ്പോൾ ഗോവിന്ദ് പറയാണ്, ഒരു ബെസ്റ്റ് ഫ്രണ്ടായ എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ നീ സഹിക്കില്ല, അപ്പോൾ നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ സഹിക്കുമോ? എന്നിട്ട് നീ ഇതൊന്നും മനസ്സിലാക്കാത്തേ? ഒരിക്കൽ വേർപിരിയാൻ വേണ്ടിയിട്ട് ഒന്നിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് സ്വന്തം ജീവിതം വേണ്ടി മറന്നിട്ട് നീ ഒന്നും ചിന്തിക്കരുത്. എനിക്ക് ഇഷ്ടമുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ നിൻ്റെ സിവിൽ സർവീസ് കോച്ചിങ്ങിൽ ഞാൻ കൊണ്ടുവന്നാക്കാം. ബാംഗ്ലൂരോ കൊച്ചിയോ എവിടെയാണെന്ന് വെച്ചാൽ നീ പറഞ്ഞാൽ മതി. അപ്പോൾ ഗീത ചോദിക്കുകയാണ്, എന്നെ ഒഴിവാക്കിയിട്ട് വേണമായിരിക്കും വേറൊരാളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ. എന്തോന്നും വേണ്ടാത്തേ? ഞാൻ പറഞ്ഞ സത്യമല്ലേ? അപ്പോൾ ഗോവിന്ദ് പറയാണ്, നിന്നെ പിരിഞ്ഞ ശേഷം ഞാനെന്ത് ചെയ്യുന്നു എന്നുള്ളത് നിൻ്റെ വിഷയമല്ല. ഒരു ജീവിതം വേണം, ആ ജീവിതത്തിൽ ഞാനൊരു ബാധ്യതയാവരുത്. അപ്പം നമ്മുടെ ഗീത ചോദിക്കുകയാണ്, എൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ ഞാൻ ഗോവിന്ദ് എന്ന് പേരിടണോ? ഇതൊക്കെ നിൻ്റെ ഇഷ്ടം, ഞാൻ നിർബന്ധിക്കില്ല. അയ്യടാ, പക്കാൻ പറ്റൊരു പേര്. ഗോവിന്ദ എന്ന് വിളിച്ചാലേ വലുതാകുമ്പോൾ അവൻ വല്ല ഓലമടലും എടുത്തതിൻ്റെ തലക്കടിക്കും. ഇത് കേട്ട് ദേഷ്യത്തോടെ എണീച്ചിട്ട് പറയാം കേട്ടോ, എന്തായാലും ഗീതാഞ്ജലിനേക്കാളും പ്രധാനം നിൻ്റെ പേര് കേൾക്കുമ്പോഴേ എനിക്ക് ടാഗോറിൻ്റെ താടി ഓർമ്മ വരുന്നത്. എൻ്റെ പേര് ഇച്ചിരി മോശ.
എന്നിട്ട് പറയാണ്, ആ എൻ്റെ കൊച്ചിനെ ഞാൻ രാധിക എന്ന് പേര് വിളിക്കും, എന്നിട്ട് രാധു എന്ന് വിളിക്കും. ഗീതു പറയണേ, എൻ്റെ മോക്ക് ആ പേരെങ്ങാനിട്ടുണ്ടല്ലോ ഞാനിവിടെ താണ്ഡവം പാടും. ഞാൻ നിൻ്റെ മക്കളുടെ പേരല്ല എൻ്റെ മക്കളുടെ പേരാ പറഞ്ഞതെന്ന് പറയാണ് കേട്ടോ നമ്മുടെ ഗോവിന്ദ്. അപ്പോൾ പെട്ടെന്ന് ഒരു അമളി പറ്റി പോലെ നിൽക്കണം കേട്ടോ നമ്മുടെ ഗീതു. ഷോ അറിയാതെ എൻ്റെ ഉള്ളിലിരിപ്പോൾ പുറത്ത് വന്ന് പോയല്ലോ, ഭാഗ്യത്തിനെയും മണ്ടേനത് മനസ്സിലായില്ല. അല്ല നീ ഇപ്പോൾ എൻ്റെ മോളെന്നല്ലേ പറഞ്ഞത്? ഗീതു പറയാണ്, എൻ്റെ മോളെന്നോ നിങ്ങളുടെ മോളെന്നോ നാട്ടുകാരുടെ മോളെന്നോ അങ്ങനെ പലതും പറയും. ഇല്ലാത്ത കൊച്ചിൻ്റെ ജാതകം നോക്കി എന്നോട് വഴക്കിടക്കാനായിട്ട് എൻ്റെ നാണോ ഇല്ലേ? വേഗം കുളിച്ച് ഓഫീസിൽ പോകാൻ നോക്ക്, ഞാൻ പുറകെ വരാം. അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തടി തപ്പാണ് കേട്ടോ നമ്മുടെ ഗീതു. ഇതെല്ലാം കേട്ടിട്ട് കൺഫ്യൂഷൻ അടിച്ചിട്ട് ഇങ്ങനെ ഗോവിന്ദ് നിൽക്കുന്നുണ്ടോ. എൻ്റെ മോളെ രാധിക എന്ന് വിളിക്കണേ, ഇവക്കെന്താ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തീരുവാണ്.